തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബിജെപിയെ വെട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബിജെപി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്തത്. സംസ്ഥാന നേതാക്കൾ മുതൽ ബിജെപി കൌൺസിലർമാർ വരെ വായ്പയെടുത്തവരുടെ ലിസ്റ്റിലുണ്ട്. അനിലിന്റെ ആത്മഹത്യയിൽ എസിപിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ നിന്ന് തടിയുരാനുള്ള ബിജെപിയുടെ എല്ലാ നീക്കവും പൊളിയുകയാണ്. ആത്മഹത്യാക്കുറിപ്പ് മീഡിയ വൺ പുറത്തുവിട്ടതോടെയാണ് ബിജെപി നേതാക്കൾ പ്രതിരോധത്തിലായത്. തങ്ങളുടെ ആളുകൾ സഹായിച്ചില്ല എന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിലെ പ്രധാന ഭാഗം. അതിനിടെയാണ് സംസ്ഥാന നേതാവ് മുതൽ തിരുവനന്തപുരത്തെ ബിജെപി കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള തുകയാണ് ഇവർ വായ്പയായി എടുത്തത്. എന്നാൽ ഈ തുക തിരികെ എത്തിയില്ല. ഇതിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറിയും 2 കോർപ്പറേഷൻ കൌൺസിലർമാരുമുണ്ട്. തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് CPIM ആവശ്യം. ഈ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. അവര് വളരെ സങ്കടപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്തെല്ലാം വന്ന് ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞതല്ലേ എന്ന്. അവിടുന്ന് ലോൺ എടുത്തിട്ടുള്ളവർ എല്ലാവരും മഹാഭൂരിപക്ഷം വരുന്ന ബിജെപിക്കാരാണ്. അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ സംഘപരിവാർ പ്രവർത്തകരിലും പ്രതിഷേധം ശക്തമാണ്. പരസ്യപ്രതികരണം സംസ്ഥാന നേതൃത്വം വിലക്കിയെങ്കിലും കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പ്രതിഷേധം നിറയുകയാണ്. ബിജെപി തിരുമലയിൽ വിളിച്ചു ചേർത്ത അനുശോചന യോഗത്തിൽ നിന്നും എതിർപ്പറിയിച്ച ഒരു വിഭാഗം വിട്ടുനിന്നു. അതിനിടെ ആത്മഹത്യ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണം തുടങ്ങി. അനിൽകുമാറിന്റെ സഞ്ചയന ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമാകും കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുക. മീഡിയ വൺ, തിരുവനന്തപുരം.